സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസായിക്കൊണ്ട് ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസായിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിൻ്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അങ്ങനെ ഒരു നമ്മളോട് സംസാരിച്ച ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ബഹുമാന്യനായ നമ്മുടെ മന്ത്രിയെ, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയെ ഞാൻ വിളിച്ചു. മിനിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ സിഗ്നലിൽ വാഹനം നിർത്തിയിട്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾ ഇറങ്ങി. അദ്ദേഹം ഇങ്ങനെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ എന്നോട് പറഞ്ഞു KSRTCയുടെ വിജിലൻസ് ടീമിനെ അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. തുടർന്ന് DCPയെ വിളിച്ചു, പോലീസിനെ ഈ വിവരം അറിയിച്ചു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി. അദ്ദേഹത്തോട് കാര്യം ചോദിച്ചപ്പോൾ അപ്പോഴാണ് അദ്ദേഹം കുറച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അതുവരെ ആ വീഡിയോയിൽ കാണുന്നത് പോലെ ബസ്സിനകത്തിരുന്നു കൊണ്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ് ഉണ്ടായത്. വാഹനത്തിന് സൈഡ് തരാത്തതായിട്ടുള്ള പ്രശ്നമല്ല. എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ദയവായി സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ അതിനെ പ്രതികരിക്കുമ്പോൾ ആരും ഇതിനെ വളരെ കുറഞ്ഞ രീതിയിൽ ഇതൊരു സൈഡ് കൊടുക്കാത്തൊരു പ്രശ്നമാണ്, വാഹനങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് എന്ന് കരുതരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. അത് 2022 നമ്മുടെ FIR നമ്പർ 1090 2022 കേസാണ്. ആ കേസ് പ്രകാരമുള്ളത് അദ്ദേഹം അന്ന് ഒരു പ്രൈവറ്റ് വാഹനമാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ആ പ്രൈവറ്റ് വാഹനം ഏതാണ്ട് RMSൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു KSRTC വാഹനത്തിൽ തന്നെ ഇടിക്കുകയും KSRTC വാഹനം മറ്റൊരു കാറിൽ ഇടിക്കുകയും അതിൽ പരിക്കേറ്റ് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപ് 2022 പരാതി നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, പേരൂർക്കട സ്റ്റേഷനിലും അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുണ്ട്. അതും ഈ പോലീസ് പരിശോധനയിൽ അദ്ദേഹം അലക്ഷ്യമായി വാഹനം ഓടിക്കുകയും അതിനെ തുടർന്ന് 2017 2369 എന്ന് പറയുന്ന FIR നമ്പർ പ്രകാരമുള്ള കേസാണ്. വകുപ്പ് ചുമത്തിയിരിക്കുന്നത് 279 അപ്പോൾ ഇത് നിരന്തരമായി അദ്ദേഹം ഒരു റഫ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മേയറും MLA ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളോട് പെരുമാറിയെന്നുള്ള ഒരു വിഷയവും ഞങ്ങൾക്കില്ല. ഒരു പബ്ലിക്കിനാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഞങ്ങളെ ഒരു പൗരനായിട്ട് കണ്ടാൽ മതി. ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ്. അതൊക്കെ താൽക്കാലികമായി 5 വർഷത്തേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തുള്ള ചുമതലയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് തരുന്ന ചുമതലയാണ് ഇതൊക്കെ. ഈ ചുമതലയ്ക്ക് ശേഷവും നമുക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ? നമുക്കെല്ലാം ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യരല്ലേ നമ്മളെ സംബന്ധിച്ചതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളെ ബഹുമാനിക്കണം, നമ്മൾ നാട്ടിലിറങ്ങി ഞങ്ങളെല്ലാവരും ബഹുമാനിക്കണം അങ്ങനെയൊന്നും പറയുന്നവരല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയുന്നവരാണ്.